ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SCRT സമഗ്ര ക്വസ്റ്റ്യൻ പൂളിനകത്തുള്ള കെമിസ്ട്രി ആണ്. അത് ആറ്റത്തിന്റെ ഘടന എന്നുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, ആറ്റത്തിന്റെ ഘടന എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ സിലബസിനകത്ത് കെമിസ്ട്രിയുടെ സിലബസിനകത്ത് ആറ്റത്തിന്റെ ഘടനയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ നോക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സമഗ്ര ക്വസ്റ്റ്യൻ പൂൾ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിനായും PSC ബേസിക്സ് എന്നാണ് കൂടുതൽ വീഡിയോസ് ഇടുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് വരാതിരിക്കാം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്താലും പിന്നീട് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ PSC ബേസിക്സ് എന്ന ടെലഗ്രാം ചാനലിൽ പോയി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ ബന്ധം കണ്ടെത്തി ചേർത്തെഴുതുക. സർ ഹംഫ്രി ഡേവി ഉണ്ട്, ഫാരഡേ ഉണ്ട്, റൂദർഫോർഡ് ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷനിൽ വൈദ്യുതിയുടെ പിതാവ് ഗോൾഡ്ഫോയിൽ പരീക്ഷണം നടത്തിയത് പദാർത്ഥങ്ങളിലെ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം. ഇതൊക്കെ ആരാണ് കണ്ടുപിടിച്ചത്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആൻസർ സർ ഹംഫ്രി ഡേവി ആണ് പദാർത്ഥങ്ങളിലെ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. അതുപോലെ തന്നെ സോഡിയത്തിനെ വേർതിരിച്ചെടുത്തത്. ഓക്കെ, അപ്പൊ മറക്കണ്ട, സർ ഹംഫ്രി ഡേവി ആണ് പദാർത്ഥങ്ങളിലെ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്, സോഡിയം കണ്ടെത്തിയത്. ഫാരഡേ ആണ് വൈദ്യുതിയുടെ പിതാവ്. അതുപോലെ തന്നെ വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചതും ഫാരഡേ ആണ്. അപ്പോൾ ഫാരഡേ ആണ് വൈദ്യുതിയുടെ പിതാവ്. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഫാരഡേ ആണ്. റൂദർഫോർഡ് ആണ് ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തിയത്. ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തിയത് ആരാണ്? റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും റൂദർഫോർഡ് ആണ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തിയതും റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയതും റൂദർഫോർഡ് ആണ്. അപ്പൊ മറക്കരുത്, സർ ഹംഫ്രി ഡേവി പദാർത്ഥങ്ങളിലെ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തി, സോഡിയം കണ്ടെത്തി. ഫാരഡേ വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ഫാരഡേ ആണ്. റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തി. അടുത്തത്, ഡാൾട്ടണിന്റെ അറ്റോമിക സിദ്ധാന്തത്തിലെ ചില ആശയങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ തെറ്റായിട്ടുള്ളവ തിരുത്തി എഴുതുക. നോക്കാം, എന്നിട്ട് നമുക്ക് തിരുത്തി എഴുതി വരാം. അതിനകത്ത് ഒന്നാമത്തേതാണ്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. തെറ്റാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ്? ആറ്റമാണ്. മൂലകത്തിന്റെ ആറ്റങ്ങളിൽ എല്ലാ ഗുണത്തിലും വലിപ്പത്തിലും വ്യത്യസ്തമായിരിക്കും. തെറ്റാണ്. ഒരു മൂലകം എടുക്കുകയാണെങ്കിൽ ആ മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം തന്നെ ഗുണത്തിലും വലിപ്പത്തിലും സമാനമായിരിക്കും, ഒരുപോലെ ആയിരിക്കും. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. അത് ശരിയാണ്. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അതും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പല ശാസ്ത്രജ്ഞന്മാരും ആറ്റത്തെക്കുറിച്ചുള്ള വിവിധ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സിദ്ധാന്തത്തിലേക്ക് എത്തിച്ചേരാൻ അവർ സ്വീകരിച്ച മാർഗങ്ങൾ വ്യത്യസ്തമാണ്. തന്നിരിക്കുന്ന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ച രീതി കണ്ടെത്തി എഴുതുക. റൂദർഫോർഡ് മോഡൽ, എന്ത് പരീക്ഷണങ്ങൾ, ദെൻ ഡാൾട്ടൺ. ഏതാണ് ആൻസർ വരുന്നത്? അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. യുക്തി ചിന്ത വെച്ചിട്ടാണ് ഡാൾട്ടൺ എന്ത് ചെയ്തത്? സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചത്. റൂദർഫോർഡ് മോഡൽ ആണെങ്കിൽ പരീക്ഷണങ്ങൾ വെച്ചിട്ടാണ്. ഡാൾട്ടൺ യുക്തി ചിന്ത വെച്ചിട്ടാണ്. ഇലക്ട്രോൺ കറങ്ങുന്ന പാതയ്ക്ക് പേരെന്ത്? ഇലക്ട്രോൺ കറങ്ങുന്ന പാതയ്ക്ക് പറയുന്ന പേരാണ് ഷെൽ അഥവാ ഓർബിറ്റ്. ഷെൽ അഥവാ ഓർബിറ്റ്. ന്യൂക്ലിയസിൽ നിന്നുള്ള ഇലക്ട്രോണുകളുടെ അകലം കൂടുന്തോറും അവയുടെ ഊർജത്തിന് എന്ത് സംഭവിക്കും? ഇലക്ട്രോണുകളുടെ ഊർജം കൂടും. കാരണം ന്യൂക്ലിയസിലേക്ക് ഒരു ന്യൂക്ലിയർ ബലം ഉണ്ട്. അപ്പൊ അത് വിടുന്തോറും ഇലക്ട്രോണുകളുടെ ഊർജം കൂടുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അനുയോജ്യമായ വിധം ചേർത്തെഴുതുക. നോക്കാം. ഫസ്റ്റ്, തോംസൺ, JJ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. അപ്പൊ ഇലക്ട്രോണിന് എന്താണ്? നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്നും വരുന്ന കണങ്ങളാണ് ഇലക്ട്രോൺ. ഇത് കണ്ടെത്തിയത് ആരാണ്? JJ തോംസൺ ആണ്. റൂദർഫോർഡ് കണ്ടെത്തിയത് പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺ, റൂദർഫോർഡ്. അടുത്തത് ചാഡ്വിക്ക്. ചാഡ്വിക്ക് കണ്ടുപിടിച്ചത് ചാർജ് ഇല്ലാത്ത കണമാണ് ഹൈഡ്രജൻ
ആറ്റത്തിന്റെ മാസിന് തുല്യമായി മാസുള്ള ഏതാണ്? ന്യൂട്രോൺ ആണ്. അപ്പം എക്സാമിന് ചോദിക്കും, ആ ഒരു ആറ്റത്തിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമായി മാസുള്ള കണം ഏതാണ്? അത് ന്യൂട്രോൺ ആണ്. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. കണ്ടെത്തിയത് ചാഡ്വിക് ആണ്. അനുയോജ്യമായ വിധം ചേർത്തെഴുതുക. വളരെ പ്രധാനപ്പെട്ടതാണ്, PSC പരീക്ഷയ്ക്ക് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഏതാണ്? സസ്യങ്ങളിലെ പോഷക വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഫോസ്ഫറസ് 31 ആണ്. സസ്യങ്ങളിലെ പോഷക വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസർ ആയി ഉപയോഗിക്കുന്നത് ഫോസ്ഫറസ് 31 ആണ്. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് യുറേനിയം 235 ആണ്. യുറേനിയം 235 ആണ് ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ക്യാൻസർ, ട്യൂമർ മുതലായ രോഗങ്ങൾ നിർണയിക്കാൻ ഉപയോഗിക്കുന്നത് കൊബാൾട്ട് 16 ആണ്. ക്യാൻസർ, ട്യൂമർ മുതലായ രോഗങ്ങൾ നിർണയിക്കാൻ ഉപയോഗിക്കുന്നത് കൊബാൾട്ട് 16 ആണ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണയിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണയിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? കാർബൺ 14 ആണ്. അപ്പൊ സസ്യങ്ങളിലെ പോഷക വിനിമയം തിരിച്ചറിയാൻ ട്രേസർ ആയി ഉപയോഗിക്കുന്നത് ഫോസ്ഫറസ് 31 ആണ്. അടുത്തത് Cl3517 എന്ന ഐസോടോപ്പ് പരിഗണിക്കുക. എന്നിട്ട് പട്ടിക പൂർത്തിയാക്കുക. അറ്റോമിക നമ്പർ എത്രയാണ്? താഴെ കൊടുത്തിരിക്കുന്നതാണ് അറ്റോമിക നമ്പർ. അത് 17 ആണ്. ഇത് ക്ലോറിൻ ആണ്, 17 ആണ്. മാസ് നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്, 35 ആണ്. ഇതിനകത്ത് ഇലക്ട്രോൺ ഏതാണ്? അറ്റോമിക നമ്പർ ഈക്വൽ ടു ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. സോ അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാം? 17 ആണ് ഇലക്ട്രോണുകളുടെ എണ്ണം. അടുത്തത് ഏതാണ്? പ്രോട്ടോണുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്, അതും 17 ആണ്. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം ചോദിക്കുവാണെങ്കിൽ മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പൊ നമുക്ക് അവിടെ 18 കിട്ടും. ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്? 2, 8, 7 എന്നാണ് ഇലക്ട്രോൺ വിന്യാസം. ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകൾ നൽകിയിരിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കുക, ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു മേഖലയാണിത്. ഏതൊക്കെയാണ് 3 ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഒറ്റ മാസ് നമ്പർ, ഒരേ മാസ് നമ്പർ, ഒന്നായിട്ട് മാസ് നമ്പർ ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? അടുത്തത് 2 മാസ് നമ്പർ വരുന്നത് ഡ്യൂട്ടീരിയം ആണ്. 3 മാസ് നമ്പർ വരുന്ന ഹൈഡ്രജൻ ആണ് ട്രിഷ്യം. ഈ 3 ഐസോടോപ്പുകളിൽ ഏത് മൗലിക ഗണമാണ് വ്യത്യാസമായി കാണപ്പെടുന്നത്? നമുക്കറിയാം മാസ് നമ്പർ ആണ് അല്ലെ. ഇത് മാസ് നമ്പർ എന്ന് പറയുമ്പോൾ ന്യൂട്രോണിനാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അതായത് അവിടെ അറ്റോമിക നമ്പർ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം എപ്പോഴും ഒന്നായിരിക്കും. ചേഞ്ച് വന്നിരിക്കുന്നത് ന്യൂട്രോണുകളുടെ എണ്ണത്തിനാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ആണവ നിലയങ്ങളിൽ ഹൈഡ്രജന്റെ ഏത് ഐസോടോപ്പ് അടങ്ങിയ സംയുക്തമാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഏതാണ്? ഡ്യൂട്ടീരിയം ആണ് ഉപയോഗിക്കുന്നത്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ഡ്യൂട്ടീരിയം ആണ് ഉപയോഗിക്കുന്നത്. പൂരിപ്പിക്കുക. ഓക്കെ, നൈട്രജൻ തന്നിട്ടുണ്ട്, ആർഗണും തന്നിട്ടുണ്ട്. ഇത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നൈട്രജൻ അറ്റോമിക നമ്പർ 7, അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം 7, ഇലക്ട്രോണിന്റെ എണ്ണം 7, ന്യൂട്രോണിന്റെ എണ്ണം 7. കാരണം 14 - 7 എത്രയാണ്? 7 ആണ്. അടുത്തത് ആർഗണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അറ്റോമിക നമ്പർ 18, പ്രോട്ടോൺ 18, ഇലക്ട്രോൺ 18. 40 - 18 ആണ് ആർഗോൺ. 22 ആൻസർ വരും. 22. അടുത്തത് ഒരു മൂലകത്തിന്റെ ആറ്റത്തിന് ആകെ 3 ഷെല്ലുകളാണ് ഉള്ളത്. ഏറ്റവും പുറത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോണുകൾ ഉണ്ട്. ഈ മൂലകത്തിന്റെ മാസ് നമ്പർ 27 ആണ്. ഈ മൂലകത്തിന്റെ ഇലക്ട്രോണുകൾ, ന്യൂട്രോണുകൾ ഇവയുടെ എണ്ണം എത്ര? പറഞ്ഞിട്ടുണ്ട്. ഒരു മൂലകത്തിന് ആറ്റത്തിന് എത്ര ഷെല്ലുകളുണ്ട്? 3 ഷെല്ലുകളുണ്ട്. അപ്പൊ K, L, M എന്നിവയാണ്. ഇതിനകത്ത് M ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോണുകളാണ് ഉള്ളത്. ഈ മൂലകത്തിന്റെ മാസ് നമ്പർ തന്നിട്ടുണ്ട്, 27 ആണ്. അപ്പൊ ഇലക്ട്രോൺ എത്രയാണ്? ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ KL ആണ്. Kയിൽ നമുക്ക് 2 ഇലക്ട്രോണിനെ ഉൾക്കൊള്ളിക്കാം. K ഷെല്ലില്. L ഷെല്ലില് എത്ര ഇലക്ട്രോൺ? 8 ഇലക്ട്രോണിനെ ഉൾക്കൊള്ളിക്കാം. അപ്പൊ 8 × 2 10 ആയി. പിന്നെ ബാക്കിയുള്ളതിൽ 3 ആണ്. അപ്പൊ 13 ആണ്. എന്ത് കിട്ടി? ഇലക്ട്രോൺ വിന്യാസം വെച്ചിട്ട് നമുക്ക് ഇലക്ട്രോണുകളുടെ എണ്ണം 13 ആണെന്ന് കിട്ടി. പിന്നെയുള്ള പറഞ്ഞിട്ടുണ്ട് മാസ് നമ്പർ തന്നിട്ടുണ്ട് 27. അപ്പൊ 27ൽ നിന്ന് 13 കുറച്ചാൽ ബാക്കി എത്ര? 14 ആണ് അവിടുത്തെ ന്യൂട്രോണുകളുടെ എണ്ണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോഡിയം ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ 11ഉം മാസ് നമ്പർ 23 ആണ്.
സോഡിയത്തിൽ എത്ര ന്യൂട്രോണുകളുണ്ട്? 23 11 കുറച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും? 12 കിട്ടും. സോഡിയത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ആകെ കണങ്ങളുടെ എണ്ണം എത്ര? അപ്പൊ ന്യൂക്ലിയസിൽ നമുക്കറിയാം പ്രോട്ടോണുകളും ഉണ്ട് ന്യൂട്രോണുകളും ഉണ്ട്. അപ്പൊ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുമ്പോഴാണ് 23 കിട്ടുന്നത്. സോ 23 കണങ്ങളാണുള്ളത്. ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുകളിൽ ഇലക്ട്രോൺ പൂരണം നടത്തണം? എത്ര നടത്തണം? കെയിൽ 2, എല്ലില് 8, അങ്ങനെ 10 പിന്നെ ഒന്നും കൂടി എമ്മില്, അങ്ങനെ 3 ഷെല്ലുകളിൽ പൂരണം നടത്തണം. അടുത്ത ക്വസ്റ്റ്യൻ, അനുയോജ്യമായ വിധം പൂരിപ്പിക്കുക. ആറ്റത്തിലെ മൗലിക കണങ്ങൾ ചാർജ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. നമുക്കറിയാവുന്നതാണ്. ചാഡ്വിക്ക് കണ്ടുപിടിച്ചതിന് ചാർജ് ഇല്ല, അത് ന്യൂട്രോൺ ആണ്. പോസിറ്റീവ് ചാർജ് ഉള്ളത് പ്രോട്ടോണിനാണ്, കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്, അതിന് നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, അത് നമുക്കറിയാവുന്ന കേസാണ്. വക്രപാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചാർജ് ഉള്ള കണങ്ങൾ നിരന്തരം വികിരണോർജം ഉത്സർജിക്കുന്നു. ചാർജ് ഉള്ള കണങ്ങളെ കുറിച്ചുള്ള ഈ വൈദ്യുത കാന്തിക സിദ്ധാന്ത പ്രകാരം റുദർഫോർഡ് ആറ്റം മാതൃകയ്ക്ക് എന്ത് പരിമിതിയാണ് ഉള്ളത്? ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ വികിരണോർജം ഉത്സർജിച്ച് ഊർജം കുറഞ്ഞ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ന്യൂക്ലിയസിലേക്ക് പതിക്കുന്നു എന്നുള്ള പരിമിതിയാണ് റുദർഫോർഡിന്റെ ആറ്റം മാതൃകയ്ക്ക് ഉള്ളത്. അത് ജസ്റ്റ് ഓർമ്മിച്ചിരുന്നാൽ മതി. ഒരാറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഓക്കെ, ഒരാറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒന്നാമത്തെ ഒഴിച്ച് ബാക്കിയുള്ളതിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. ഒന്നാമത്തേന് എത്രയാണ്? ഒന്നാമത്തേന് 2 ആണ്. ബാക്കിയുള്ള ആറ്റത്തിന്റെയും ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ കാണത്തുള്ളൂ? 8 ഇലക്ട്രോണുകളെ കാണത്തുള്ളൂ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത്? റൂദർഫോർഡ് ആണ്. ആരാണ്? റൂദർഫോർഡ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾക്ക് പറയുന്ന പേര് ഏതാണ്? ഇലക്ട്രോൺ എന്നാണ്. അടുത്തത്, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളെ കണ്ടെത്തിയത് ആര്? നെഗറ്റീവ് ചാർജ് ആരാണ്? ഇലക്ട്രോൺ ആണ്. അത് കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. അടുത്ത ചോദ്യം, ആറ്റത്തിന്റെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളും കാണപ്പെടുന്ന ഭാഗം ഏതു പേരിൽ അറിയപ്പെടും? ഷെല്ലല്ല, ന്യൂക്ലിയസ് എന്നാണ് അറിയപ്പെടുന്നത്. ഏതെന്നാണ്? ന്യൂക്ലിയസ് എന്നാണ് അറിയപ്പെടുന്നത്. റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിന്റെ പ്രധാന നിരീക്ഷണങ്ങളും എത്തിച്ചേർന്ന നിഗമനങ്ങളും താഴെ തന്നിരിക്കുന്നു. അവയെ ശരിയായി ചേർത്തെഴുതുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്തായാലും എക്സാമിന് ചോദിക്കാൻ സാധ്യത കുറവാണ്. അപ്പൊ അത് നമുക്കതങ്ങ് വിട്ടേക്കാം. ശരിയായ ബന്ധം കണ്ടെത്തി ചേർത്തെഴുതുക. ജെയിംസ് ചാഡ്വിക്ക് ഏതാണ്? ജെയിംസ് ചാഡ്വിക്ക് ന്യൂട്രോൺ ആണ്, ചാർജ് ഇല്ല. ജെ തോംസൺ ഇലക്ട്രോൺ ആണ്, നെഗറ്റീവ് ചാർജ്. റുദർഫോർഡ് പ്രോട്ടോൺ ആണ്, പോസിറ്റീവ് ചാർജ്. അടുത്തത്, സൾഫറിന്റെ ബോർ ആറ്റം മാതൃക നൽകിയിരിക്കുന്നു. ഇത് പരിശോധിച്ച് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നവ കണ്ടെത്തുക. അറ്റോമിക നമ്പർ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, മാസ് നമ്പർ എന്നിവ. സൾഫറിന്റെ കേസാണ്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് അറിഞ്ഞു പോകണം. അറ്റോമിക് നമ്പർ എത്രയാണ് സൾഫറിന്റേത്? 16 ആണ്. പ്രോട്ടോണിന്റെ എണ്ണവും 16 ആണ്. ഇലക്ട്രോണിന്റെ എണ്ണവും 16 ആണ്. ന്യൂട്രോൺ 16 ആണ്. കാരണം മാസ് നമ്പർ എത്രയാണ്? 32 ആണ് വരുന്നത്. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കുട്ടി ചിത്രീകരിച്ച ആർഗോണിന്റെ ബോർ ആറ്റം ഘടന താഴെ നൽകിയിരിക്കുന്നു. തെറ്റുണ്ടെങ്കിൽ ശരിയാക്കി ചിത്രീകരിക്കാമോ? ആർഗൺ 18 ആണ്. ഓക്കെ, അപ്പൊ ആർഗൺ 18 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെയാണ് വരയ്ക്കാനുള്ളത്. എന്താണ്? ഇങ്ങനെയാണ് വരയ്ക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഐസോടോപ്പ് ജോഡികളെ കണ്ടെത്തുക. പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. യഥാർത്ഥ പ്രതീകം അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, പക്ഷെ നമ്മൾ ഐസോടോപ്പ് ജോഡി കണ്ടെത്തുക. ഏതൊക്കെയാണ് ഐസോടോപ്പ് ജോഡി? ഏതൊക്കെ വരാം ഐസോടോപ്പ് ആയിട്ട്? ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് നമ്പർ വ്യത്യസ്തമായിരിക്കും, പക്ഷേ ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും. അപ്പൊ ഒരേ അറ്റോമിക് നമ്പർ വരുന്നത് ഇവിടെ ഏതൊക്കെയുണ്ട്? എയും ഉണ്ട്, ബിയും ഉണ്ട്. അപ്പൊ ആൻസർ എന്താണ്? എയും ബിയും ആണ്. കാരണം നോക്ക്, എക്സ് 7 7, ദെൻ 13 15, അപ്പൊ അത് രണ്ടും എടുക്കാം. ദെൻ 17 17, ദെൻ 37 35 ആണ്. മാസ് നമ്പർ വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും നമുക്ക് ഐസോടോപ്പ് ജോഡികളായിട്ട് എടുക്കാം. ഒരാറ്റത്തിന്റെ ബോർ മാതൃക കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ എണ്ണാൻ പഠിച്ചല്ലോ. അത്രയേ ഉള്ളൂ ഈ ഒരു ഇതിനകത്ത് പറയുന്നത്. ഓക്കെ,
ഇത് നോക്കാം. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളുടെ പ്രതീകങ്ങൾ നൽകിയിരിക്കുന്നു. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ ഏത് പേരുകളിൽ അറിയപ്പെടുന്നു? ഐസോട്ടോപ്പുകൾ ഏതാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇവയിൽ ഏത് ഐസോട്ടോപ്പിന്റെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലാണ് 2 ന്യൂട്രോണുകൾ കാണപ്പെടുന്നത്? ഏതാണ് 2 ന്യൂട്രോണുകൾ കാണപ്പെടുന്നത്? ഏതിലാണ്? ട്രിഷ്യത്തിലാണ് അല്ലെ? ട്രിഷ്യത്തിലാണ് കാണപ്പെടുന്നത്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്. ഏത് കണത്തിന്റെ എണ്ണത്തിലാണ് ഈ ഐസോട്ടോപ്പുകൾ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ന്യൂട്രോണിന്റെ എണ്ണത്തിലാണ്. അടുത്തത് മൂലക ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നീ കണങ്ങൾ കൊണ്ടാണ്. ഇതിൽ ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസ് കാണപ്പെടുന്ന കണങ്ങൾ ഏതൊക്കെയാണ്? ന്യൂട്രോണും പ്രോട്ടോണും. പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ ആണ്. മാസ് തീരെ കുറവുള്ള കണം ഇലക്ട്രോൺ ആണ്. മൂലക ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നീ കണങ്ങൾ കൊണ്ടാണ്. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് പുതിയ ക്വസ്റ്റ്യൻ ആണ്. കെ ഷെല്ലിൽ പരമാവധി ഇലക്ട്രോണുകൾ 2ഉം എൽ ഷെല്ലിൽ 8ഉമാണ്. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യം എന്താണ്? എന്താണ് സൂത്രവാക്യം? 2n² എന്നാണ്. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യം എന്താണ്? 2n² ആണ്. അപ്പൊ കെ എന്ന് പറയുമ്പോൾ n ആണ്. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിലാണ്. അപ്പൊ അവിടെ നമുക്ക് 2 മാത്രമേ കൊള്ളുള്ളൂ. അടുത്ത എൽ എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പൊ നമ്മൾ എന്നിന്റെ സ്ഥാനത്ത് എല്ലിൽ അവിടെ എത്രാമത്തെ എന്ന് പറയുമ്പോൾ 2, എന്നിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് 2 × 2ന്റെ സ്ക്വയർ, അപ്പൊ 8 എന്ന് കിട്ടും. പിന്നെ അടുത്ത എം എടുക്കുമ്പോൾ 3 നോക്കാം. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. 9 × 2 18. എവിടെ കൊള്ളും? എമ്മിൽ കൊള്ളും. ഓക്കെ, അങ്ങനെ നാലാമത്തെ ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ കണ്ടെത്താൻ പറഞ്ഞാൽ 2n² ഇട്ട് കൊടുക്കാൻ മതി. അപ്പൊ 2 4 എന്നിന് പകരം ഇട്ട് കൊടുക്കുക. അപ്പൊ 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്. 16 × 2 32. അങ്ങനെ നാലാമത്തെ ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32 എന്ന് കിട്ടും. കാരണം എഴുതുക. ഒരാറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളും നെഗറ്റീവ് ചാർജുള്ള കണങ്ങളും ഉണ്ട്. എന്നാൽ ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ്. വൈ? എന്തുകൊണ്ടാണ്? ആൻസർ, പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെയും നെഗറ്റീവ് കണങ്ങളുടെയും എണ്ണം തുല്യമായതുകൊണ്ടാണ് ഇവിടെ വൈദ്യുതപരമായിട്ട് ആറ്റം ഉദാസീനമായിരിക്കുന്നത്. ഒരാറ്റത്തിന്റെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. മാസുള്ള കണങ്ങളായ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ന്യൂക്ലിയസിലായതുകൊണ്ടാണ് മാസ് എവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാം? ഒരാറ്റത്തിന്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്ന് കണ്ടെത്തിയത് ആരാണ്? റൂദർഫോർഡ് ആണ്. ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഉള്ളതെന്ന് കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. പദാർത്ഥങ്ങൾക്ക് 2 തരം വൈദ്യുത ചാർജാണ് ഉള്ളതെന്ന് കണ്ടെത്തിയത് നീൽസ് ബോർ ആണ്. ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ ഓർബിറ്റ് അഥവാ ഷെൽ എന്ന് വിളിച്ചത് സർ ഹംഫ്രി ഡേവിയാണ്. തിരിഞ്ഞു പോവരുത്. ഇതിനകത്ത് നമുക്ക് ഒരാറ്റത്തിന്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്ന് കണ്ടെത്തിയ റുദർഫോർഡ് ആണെന്ന് നമുക്കറിയാം. ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണുള്ളതെന്ന് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണെന്ന് വെച്ചിട്ട് കണ്ടുപിടിക്കാം. പദാർത്ഥങ്ങൾക്ക് 2 തരം വൈദ്യുത ചാർജാണ് ഉള്ളതെന്ന് കണ്ടെത്തിയത് ആരാണ്? നീൽസ് ബോർ ആണ്. പദാർത്ഥങ്ങൾക്ക് 2 തരം വൈദ്യുത ചാർജാണ് ഉള്ളതെന്ന് കണ്ടെത്തിയത് നീൽസ് ബോർ ആണ്. ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ ഓർബിറ്റ് അഥവാ ഷെൽ എന്ന് വിളിക്കുന്നു എന്ന് കണ്ടെത്തിയത് ആരാണ്? സർ ഹംഫ്രി ഡേവിയാണ്. ഒരു മൂലകാറ്റത്തിന്റെ 3 ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു. അതിന്റെ ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ ഉണ്ട്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ 18 ന്യൂട്രോണുകൾ അടങ്ങിയിരിക്കുന്നു. തന്നിരിക്കുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. എങ്ങനെ എഴുതും? അതിന്റെ മാസ് നമ്പർ എത്ര, ഈ ആറ്റത്തിൽ എത്ര ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു. അപ്പൊ ബാഹ്യതമ ഷെല്ലിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 7 ആണ്. 3 ഷെല്ലാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കെയും എല്ലും എമ്മും ആണ്. അപ്പൊ എമ്മിൽ 7 ആണ്, എല്ലിൽ എത്രയാണ്? 8 ആണ്. ദെൻ കെയിൽ 2 ആണ്. അങ്ങനെ മൊത്തം 17 ഇലക്ട്രോണുകളാണുള്ളത്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ 18 ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മാസ് നമ്പർ കണ്ടുപിടിക്കാം. 17ഉം 18ഉം കൂടെ ചേരുമ്പോൾ 35 ആണ് മാസ് നമ്പർ. ആറ്റത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 17 ഇലക്ട്രോണുകളാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത്
ഒരു അലൂമിനിയം ആറ്റത്തിൽ 13 ഇലക്ട്രോണുകളും 14 ഇലക്ട്രോണുകളും ന്യൂട്രോണുകളും അടങ്ങിയിരിക്കുന്നു. അലൂമിനിയത്തിന്റെ അറ്റോമിക നമ്പർ എത്ര? അറ്റോമിക നമ്പർ എത്രയാണോ ഇലക്ട്രോണുകളുടെ എണ്ണം അത്രയാണ് അറ്റോമിക നമ്പർ. അപ്പൊ 13 ആണ്. ഇതിലെ മാസ് നമ്പർ രണ്ടും കൂടി ആഡ് ചെയ്യണം. 4 3 7 27 ആണ്. അലൂമിനിയം ആറ്റത്തിന്റെ പ്രതീകം ഉപയോഗിച്ചത് എഴുതുമ്പോൾ AL, താഴെ 13, മുകളിൽ 27. ക്ലിയർ ആയല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആറ്റത്തിന്റെ ഘടന എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കണ്ടുപിടുത്തങ്ങളും അതാരാണ് കണ്ടുപിടിച്ചത് എന്നുള്ളതും പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.